നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കുന്ന നമുക്കൊക്കെ മാതൃകയാകുന്ന ഒരുപാട് വനിതാ സംരംഭകർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ അടുത്തറിയാനുള്ള ഒരു ചെറിയ യാത്രയാണ് ഇന്ന് നമ്മൾ അങ്ങനെ ഒരു സംരംഭകയെ പരിചയപ്പെടുകയാണ്. എന്താണ് ചേച്ചിയുടെ പേര്? മേരിക്കുട്ടി മാത്യു, മാമൂട്. അതെ അതെ. ചേച്ചി എന്താണ് ചെയ്യുന്നത്? മനോഹരമായ കുറേ പൂക്കൾ നമുക്കിവിടെ കാണാം. അപ്പോൾ എങ്ങനെയാണ് ചേച്ചി ഈ പൂക്കൾ ഉണ്ടാക്കുന്നതും ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് ടാസിലെ സ്റ്റാഫായിരുന്നു. വീട്ടിൽ ചുമ്മാ ഇരുന്ന സമയത്ത് എന്നിൽ തോന്നിയ കുറച്ച് ആശയങ്ങളാണ് എനിക്ക് പൂക്കൾ നേരത്തെ തൊട്ടേ ഇഷ്ടമായിരുന്നു. അന്നേരം കുറച്ച് പൂക്കൾ ഉണ്ടാക്കാമല്ലോ എന്നും കരുതി കളർഫുള്ളായിട്ടുള്ള പേപ്പർ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി, ഒരു രക്ഷയില്ല. പിന്നെ അത് ഞാനങ്ങോട്ട് പിടിച്ചതല്ല, ശരിക്കൊക്കെ കൊണ്ട് അങ്ങനെ പിടിച്ച് ഈ ലെവലിൽ കൊണ്ടെത്തി. ഇപ്പം ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാം. സിസിയുടെ ക്ലാസ് സ്കൂളിലെ കോളേജിൽ ഒക്കെ പോകുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ എക്സിബിഷനുകൾ ഒത്തിരി നടത്തുന്നുണ്ട്. അങ്ങനെ. അപ്പോൾ ചേച്ചി എങ്ങനെയാണ് ഇതൊരു ബിസിനസ്സാക്കി മാറ്റാം, അല്ലെങ്കിൽ ഇതിനെ നമുക്കൊരു വിൽക്കാൻ മാത്രമുള്ളൊരു തരത്തിലേക്ക് ചേച്ചി എങ്ങനെയാണ് ചിന്തിച്ചത്? ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങളെ ഒത്തിരി ആൾക്കാർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചാനലുകാർ വീട്ടിൽ വന്നു. അതൊരു സംഭവമായിരുന്നു. അതിനാണ് വേസ്റ്റ് മെറ്റീരിയൽസ് അങ്ങനത്തെയൊക്കെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അന്നേരം സ്കൂളുകളിലെ പാഴ്വസ്തുക്കളെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം കമ്പൽസറി വന്നിട്ടുണ്ട്. അന്നേരം കൂടൊക്കെ എടുത്ത് വെച്ച് ഞാൻ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഒത്തിരി ചാനലുകൾ വന്നു. അങ്ങനെ അന്നേരം എനിക്ക് തോന്നി എന്നാൽ പിടിച്ചാൽ കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ചേച്ചി ബിസിനസ്സിലേക്ക് വന്നത്? എത്ര വർഷമായി ഒരു ബിസിനസ്സിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്? 6 വർഷമായി. അപ്പോൾ ഈ ഇത്രയും നാളും ഇപ്പം നമുക്കറിയാം കോവിഡ് സമയമൊക്കെ ആയപ്പോൾ ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ഇതിലേക്കൊക്കെ വന്നു. ഇപ്പോൾ കേക്ക് ബേക്കിംഗ് ആണെങ്കിലും ഫ്ലവർ മേക്കിംഗ് ആണെങ്കിലും ഡെക്കറേറ്റീവ് ഐറ്റംസിൻ്റെ മേക്കിംഗ് ആണെങ്കിലും ഒത്തിരി ആളുകൾ വന്നു. ആ സമയത്തൊരു പ്രതിസന്ധി നേരിട്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ ഡിമാൻഡ് കുറയുന്നു, അല്ലെങ്കിൽ ഇത് മേടിക്കാൻ ആളുകളുടെ എണ്ണം കുറയുന്നു, അങ്ങനത്തെ ഒരു പ്രശ്നം നേരിട്ടായിരുന്നു. പ്രശ്നം വന്നെന്ന് പറഞ്ഞാൽ പേപ്പർ കിട്ടാനില്ലായിരുന്നു. അന്നേരം എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്ത് പോയി ബൾക്കായിട്ട് പേപ്പർ എടുത്തുണ്ടോ, അതിപ്പോഴും ഇരിപ്പുണ്ട് വീട്ടിൽ. ആ പേപ്പറും കൊണ്ട് ഞാൻ ഒത്തിരി ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തു. അന്നേരം എനിക്ക് ഞാൻ തീരുമാനിച്ചു എന്നാൽ ഒരു ചാനൽ തുടങ്ങാമെന്ന്. അങ്ങനെ ഇരുന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് നല്ല രീതിയിൽ 5-ാം മാസത്തിലെ മോണിറ്റൈസേഷനായത്. യൂട്യൂബ് ചാനലുണ്ട്, ഫ്ലവർ മേക്കിംഗ് ടിപ്പ് എന്ന് പറഞ്ഞൊരു മനോഹരമായ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഉടമസ്ഥ കൂടിയാണ്. അപ്പോൾ ചില്ലറക്കാരിയല്ല. അപ്പം നമ്മുടെ ഒരു ബിസിനസ് എങ്ങനെ പോകുന്നു ചേച്ചിക്ക്? ഇതിൽ നിന്ന് ആവശ്യമുള്ള ഇൻകം ഒക്കെ ലഭിക്കുന്നുണ്ട്? കിട്ടുന്നുണ്ട്, തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഇതുപോലെ എക്സിബിഷൻ വരുന്നുണ്ട്. ഹൗസ് വാമിങ് വരുമ്പോഴത്തേക്കിന് വീട്ടിൽ വരും. എന്നിട്ട് ഞാൻ അവരുടെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് ഭിത്തിയൊക്കെ നോക്കിയിട്ട് ഞാൻ ആ ഫ്ലവർ സെറ്റ് ചെയ്യത്തുള്ളൂ. നീല ഭിത്തി ആണെങ്കിൽ നീല ഫ്ലവർ സെറ്റ് ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. അങ്ങനെ പോയി ചെയ്യും. പിന്നെ മാമോദീസ, ബാപ്റ്റിസം, കല്യാണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഫ്ലവർ ഗേൾസ് നമുക്കറിയാവുന്ന രീതിയിൽ ഒത്തിരി അതിനൊന്നും റിസ്ക് എടുക്കണ്ട, അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ അറിയാവുന്നവരൊക്കെ പറഞ്ഞ് വീട്ടിൽ വിടുന്നുണ്ട്, അറിയാവുന്നവരൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഇന്നലെ തിരുവല്ലായിൽ നിന്ന് 2 പേരെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഒരു വീട്ടമ്മ കൂടിയാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം, ഒപ്പം മക്കളുടെ കാര്യങ്ങൾ നോക്കണം. ഇതിനോടൊപ്പം ഈ ഒരു തൊഴിൽ കൊണ്ടുപോകുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. സപ്പോർട്ട് നല്ല രീതിയിലുണ്ടായി. മകളുടെ മക്കളാണ് 2 പേര് എൻ്റെ കൂടെ ഉള്ളത്. അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉടനെ ബാക്കി സമയം ഞാൻ ഇതിൻ്റെ ഇരിക്കുക തന്നെ ആയിരിക്കും. നമുക്ക് ടെൻഷനില്ല. പൂവൊക്കെ നോക്കിക്കുക, എന്ത് രസം. ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ പൂക്കളും കാണാൻ അത്ര ഭംഗിയായിട്ടാണ് ചേച്ചി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറിയൊരു ആശയം, വീട്ടിലെ വേസ്റ്റ് ആയിട്ട് പോകുന്ന സാധനങ്ങൾ കൊണ്ട് തുടങ്ങിയ ഒരു ആശയം ഇന്നൊരു ഒരു ടീച്ചറായിട്ട്, ഒരു ട്രെയിനറായിട്ടൊക്കെ മാറാനായിട്ട് ചേച്ചിയെ പ്രാപ്തിയാക്കിയിരിക്കുകയാണ്. പള്ളികളിലൊക്കെ ഒത്തിരി കൊണ്ടുപോകുന്നുണ്ട്. പള്ളിയിൽ ഈ ഫ്ലവേഴ്സ് ഒത്തിരി പേപ്പർ ഫ്ലവേഴ്സ് അല്ലേ, അന്നേരത്തേക്കിന് പ്ലാസ്റ്റിക് വെക്കരുതെന്നുള്ള ഒരു ആശയം വന്നതോടുകൂടി ഒത്തിരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ പെരുന്നാളിനും ഞങ്ങളുടെ പള്ളിയിൽ കൊണ്ടുപോയി കുറേ ഫ്ലവേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഒരു സംരംഭക എന്ന നിലയിൽ ചേച്ചിക്ക് എന്താണ്, നമുക്ക് ഇതുപോലെ വീടുകളിൽ വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ സമയത്തെ വെറുതെ കളയുന്ന ആളുകളോട് അവർക്കൊരു പ്രചോദനമാവുന്ന രീതിയിൽ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഒരു നല്ല മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉന്നതിയിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു മനസ്സാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആയത്. ആ മനസ്സ് ഞാൻ അവിടെ ഡൗൺ ആക്കി ഇട്ടിരുന്നിരുന്നെങ്കിൽ എനിക്ക് പൊങ്ങിയെടുക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു മനസ്സ് വേണം. അതോടൊപ്പം ദൈവാനുഗ്രഹം ഒരു കാമാൻ കോയറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൂടെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കിത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഒരു വരുമാനം നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതൊരു സംഭവമാണ്. എൻ്റെ കൊച്ചുമോനാ 4-ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ അവൻ 6-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനാണ് ഇതെല്ലാം ചെയ്തു തരുന്നത്. ഞാൻ അവനെ റിക്വസ്റ്റ് ചെയ്യണം, അവൻ നല്ലതായിട്ട് ചെയ്യും കേട്ടോ, ചെയ്യും. അങ്ങനെ യൂട്യൂബ് ചാനൽ 5-ാം മാസത്തിൽ അത് മോണിറ്റൈസേഷനായി. ഇപ്പോൾ എനിക്ക് 8,000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്.
ഒരു ചെറിയ വരുമാനം അതിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. കാണുന്നവർ എറണാകുളത്ത് നിന്നൊക്കെ വന്ന് ഫ്ലവേഴ്സ് എടുത്തോണ്ട് പോകുന്നുണ്ട്. അപ്പൊ ചേച്ചിയുടെ ചുറ്റുമുള്ള സാധ്യതകളെ കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരിടത്ത് ഇപ്പൊ ഞാൻ പൂവുണ്ടാക്കി ഞാൻ ഇവിടെ ഇരിക്കുക എന്നല്ല ചേച്ചി തീരുമാനിച്ചത്, അതിനെ പല രീതിയിലേക്ക് മാറ്റാനും അതിൽ വലിയ വിജയം നേടാനും ചേച്ചിക്ക് സാധിച്ചു. അപ്പോൾ ചേച്ചിയുടെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്ലവർ മേക്കിംഗ് ടിപ്സ് എന്നാണ്. അപ്പോൾ ഫ്ലവർ മേക്കിംഗ് ടിപ്സ് എന്ന യൂട്യൂബ് ചാനലും ചേച്ചിയുടെ മനോഹരമായ ഈ ഒരു ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ഈ ഒരു ബിസിനസ്സിനും എല്ലാവിധ ആശംസകളും നേരുവാണെങ്കിൽ ഒരുപാട് ദൂരം സക്സസ് ആയിട്ട് സഞ്ചരിക്കാൻ ചേച്ചിക്ക് സാധിക്കട്ടെ. താങ്ക്